നമസ്കാരം. കേരളത്തില് എല്ലാവർക്കുമുണ്ട് സംഘടനകൾ. ആ സംഘടനയുടെ പേരിലുള്ള സുരക്ഷിതത്വവും അവർ അനുഭവിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഹോട്ടലിൽ ക്ലീനിങ് നടത്തുന്ന പിള്ളേർക്ക് വരെയുണ്ട് സംഘടന. അവരെ തലയിൽ ജോണ്ടിക്കുറി വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ ആൾ വരും. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇവിടെ, സന്യാസിമാർ. ഇന്നലെ മിനിഞ്ഞാന്ന് കൊട്ടാരക്കര അവധൂത ആശ്രമം 400 ഏക്കർ സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എത്രയെന്നറിയില്ല. അവിടെയുള്ള സ്വാമിയെ മർദ്ദിച്ച് അവശനിലയിലാക്കിയിട്ടുണ്ട്. ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടെന്ന് മാത്രം. ഒരാൾ പോലും അക്രമികളെ തള്ളി പറയാൻ വന്നിട്ടില്ല. കാരണം എന്താണ്? അക്രമികളുടെ കയ്യിൽ ദണ്ഡയുണ്ട്. അക്രമികൾ സംഘം ചേർന്നാണ് വരിക. അതുകൊണ്ട് അക്രമികളുടെ പേരെന്താ? സംഘികൾ. സംഘപരിവാറുകാർ കുറെ കാലമായിട്ട് ആ ആശ്രമം പിടിക്കാൻ ശ്രമിക്കുകയാണ്. അത് സമ്മതിക്കാതിരിക്കുന്ന, അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ആ സന്യാസി വര്യനെ, പ്രായം ചെന്ന ആളാ, അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് മുളക് പൊടി എറിഞ്ഞ് തലയും തല്ലി പൊളിച്ച് കാലും തല്ലി ഒടിച്ച് ആശുപത്രിയിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആശ്രമം അത് കൊട്ടാരക്കരയിലുള്ള അവധൂത ആശ്രമമാണ്. 400 ഏക്കർ സ്ഥലമാണ് അവിടെ. അവിടെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല, പക്ഷെ നടന്നിരുന്നു. എല്ലാ ആധാര ഗ്രന്ഥങ്ങൾക്കും, ഹൈന്ദവ ആധാര ഗ്രന്ഥങ്ങൾക്കും ഭാഷ്യം എഴുതിയ, ഒരു തെറ്റും കൂടാതെ ഭാഷ്യം എഴുതിയ ഒരാശ്രമമാണത്. അവിടുത്തെ പഴയ ആൾക്കാർ. ഇപ്പോൾ ആശ്രമങ്ങളും സന്യാസിമാരും അവരുടെ ഉപദേശങ്ങളും അതിനെ പാർശ്വവൽക്കരിച്ചിരിക്കുകയാണ് ഹിന്ദുക്കൾ തന്നെ. അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തണം. ഭർത്താവിൻ്റെ കുടി മാറണം, ആ പൂജ ചെയ്തോ. മോളുടെ കല്യാണം കഴിയണം, ഈ പൂജ ചെയ്തോ. മകന് കൊമ്പത്ത് ജോലി കിട്ടണം, അന്ന് ഇന്ന പൂജ ചെയ്തോ. അതിൻ്റെ കൂട്ടത്തിലെ ആളുകൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, വരും വരായികകൾ ഓരോരുത്തരുടെ നിലയ്ക്കനുസരിച്ച്, ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകൾക്കനുസരിച്ച് കണ്ടറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും താല്പര്യമില്ല. അത് ഈ നീട്ടിപ്പറയാതെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല എളുപ്പമാർഗം എന്താ? പാരമ്പര്യമായിട്ടുള്ള കിട്ടിയ സ്വത്ത് ബാങ്കിൽ കൊണ്ടുവയ്ക്കുക, ലോൺ എടുക്കുക, തിന്നുക. പൈസ കഴിഞ്ഞാലോ? യാവജ്ജീവേ സുഖം ജീവേത് ഋണം കൃത്വാ കൃതം പിബേത്. കടം വാങ്ങിച്ച് നെയ്യ് കുടിച്ചോണ്ടിരിക്കുക, നല്ല ബിരിയാണി ചോറ്, നെയ്ച്ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. പൈസ മുഴുവൻ കഴിഞ്ഞാലോ? വീണ്ടും കടം വാങ്ങിക്കുക. കടം കിട്ടാണ്ട് വന്നാലോ? കെട്ടി തൂങ്ങി ചത്തോ, അല്ലെങ്കിൽ നാട് വിട്ട് ഓടിക്കോ. ഈ അവസ്ഥയാണ്. അവനവൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് ആചാര്യന്മാരില്ല. അതിനനുസൃതമായിട്ടുള്ള കർമ്മ പദ്ധതികൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആചാര്യന്മാരില്ല, മുമ്പേ നടക്കുന്ന ആൾക്കാരില്ല. അഗ്നിമേളയെ പുരോഹിതം, പുരത്തിന് ഹിതമായിട്ട് മുന്നിൽ നടക്കാൻ അഗ്നിയില്ല, വെളിച്ചമില്ല, അറിവില്ല. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന വംശം അമ്പലക്കൊള്ളകൾക്കകത്ത് കൂടി പാവങ്ങൾ, വൈദികന്മാർ, പൂണൂൽധാരികൾ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരറിയുന്നില്ല. ഏതായാലും ആശ്രമങ്ങൾ വേണ്ട, ആശ്രമം കാട് മൂടിക്കെടുക്കുക എന്നാണ് കേട്ടത്. ആ ആശ്രമം കയറിപ്പിടിക്കാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സംഘപരിവാറിൻ്റെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു സന്യാസി അവിടെ ഉള്ളിടത്തോളം കാലം, അത് സന്യാസാശ്രമമായിട്ട് തുടരുന്നിടത്തോളം കാലം നിയമത്തിൻ്റെ വഴിയിലൂടെ
മനോഹരമായിട്ട് കാര്യങ്ങൾ നടത്തുന്നിടത്തോളം കാലം, കോടതിയും ഒക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം സംഘപരിവാറിൻ്റെ ആഗ്രഹം അത് നീണ്ടു നീണ്ടു പോവുകയാണ്, ഫലപ്രാപ്തിയിലെത്തുന്നില്ല. ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവിടെയുള്ള സന്യാസിയെ തല്ലിക്കൊല്ലുക. ഏതായാലും ഏതെങ്കിലും ഒരു പള്ളിയിൽ അവർക്ക് സംഘബലമുണ്ട്. ഒരു പള്ളിയിൽ ഒരാൾ കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ചയാകും. ചാനലുകളിൽ വൈകുന്നേരം സംവാദ വിവാദങ്ങൾ ഉണ്ടാകും. പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ആശ്രമത്തിലെ ആചാര്യനെ തലതല്ലി പൊളിച്ച് ആശുപത്രിയിൽ കൊണ്ടിട്ടിട്ട് ആരും കമശിവാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ശബരിമലയിലുള്ള കൺട്രോൾ വിടുന്ന അയ്യപ്പൻ, അവൻ്റെ കാര്യം വന്ന സമയത്ത് സന്യാസിമാർ മുഴുവൻ ആ കല്ലിന് വേണ്ടിയിട്ട്, കരിങ്കല്ലിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയതാ. പക്ഷെ ഇപ്പോ സന്യാസിമാരും മൗനം കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാതെ ഉരിയാടാതെ എന്ന് പറയുന്ന പോലെ. മലബാറിൽ കോഴിക്കോട് ഒരുത്തനുണ്ട്, അതും സന്യാസ വേഷധാരിയാണ്. അവനാണ് ഇതിൻ്റെ പുറകിൽ എന്നും കേൾക്കുന്നുണ്ട്. ആശ്രമങ്ങൾ പിടിക്കുക, ആശ്രമങ്ങൾ കയറി പിടിക്കുക. അവനെ മുൻനിർത്തിക്കൊണ്ട്, ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്തതുപോലെ, ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മാചാര്യ യുദ്ധം ചെയ്ത് അർജുനെ തോൽപ്പിക്കാൻ, ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്ത് ഭീഷ്മാചാര്യരെ തോൽപ്പിക്കാൻ ശ്രമിച്ച പോലെ ഈ കോഴിക്കോടുള്ള സന്യാസി ശിഖണ്ഡി സന്യാസി, RSS സ്പോൺസേഡ് സന്യാസി, RSSന്റെ കാക്കൂട്ടിൽ തലയിട്ട് നടക്കുന്ന സന്യാസി, അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കളികൾ കളിക്കുന്നതെന്നാണ് കരക്കമ്പി. സത്യവുമാണത്. ആയതുകൊണ്ട് തന്നെ സന്യാസിക്ക് ആക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ, സന്യാസാശ്രമത്തിന് ആക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് ഒരു കോടാലി കൈ തന്നെയാണ്. മരം വെട്ടാൻ വരുന്നു ആളുകൾ. മരത്തിൻ്റെ രാജാവിനോട് പറഞ്ഞു, വനരാജനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മരം വെട്ടുക തന്നെ ചെയ്യും, നമ്മളൊരുത്തൻ അവരുടെ കൂട്ടത്തിലുണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ, കോടാലി കൈ മരം കൊണ്ടാ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ അവിടെയുണ്ട്. ആയതുകൊണ്ട് സന്യാസിമാർക്ക് പറഞ്ഞു പറയാൻ പറ്റില്ല. മഹാമണ്ഡലേശ്വരന്മാരുണ്ട് ഇവിടെ, കീഴാദികളൊന്നുമില്ല. പക്ഷേ സ്വയം പേരിട്ടു മഹാമണ്ഡലേശ്വരൻ. അങ്ങനെ ഒരുത്തനുണ്ട്. അവിടുന്ന് വിട്ടില്ല. അവരെല്ലാവരും കാക്കൂട്ട് തലയിട്ട് കിടത്തി ഇരിക്കുകയാണ്. സംഘ ആരമ കാല കത്തി വെച്ചു, തലയിടറ തലയിട്ടു, കാര്യം കഴിഞ്ഞു. അതാണ് സത്യം. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരല്ല സന്യാസിമാരുടെയും ഹൈന്ദവ ധർമ്മത്തിൻ്റെയും എതിരാളികൾ, രാഷ്ട്രീയ പാർട്ടിക്കാരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് അവർ നടക്കുന്നു. സന്യാസാശ്രമം തകർക്കാനോ സന്യാസികളെ തല്ലാനോ അങ്ങനെ എവിടെയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ യുവന്മാരുടെ കളിയാണ്. ഇപ്പം ശങ്കരാചാര്യന് തുടങ്ങി വെച്ചു. ശങ്കരാചാര്യന്മാർ 4 പേരെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള 4 സ്തംഭങ്ങൾ, ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്ന മണിമന്ദിരത്തിൻ്റെ 4 സ്തംഭങ്ങളാണ് 4 ശങ്കരാചാര്യന്മാർ. ആ 4 ശങ്കരാചാര്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അയോധ്യയിൽ ഉദ്ഘാടനം നടന്നത്. തങ്ങളൊപ്പം നിൽക്കുന്ന കുറേ വൈദികന്മാരെ, പൂജാരിമാരെ പിടിച്ചു കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിച്ച് ഇവരാണ് ഹിന്ദു മതത്തിൻ്റെ എല്ലാം എന്ന് കാണിച്ച്, അപ്പോൾ ഇത് തുടങ്ങുന്നത് അങ്ങേയറ്റത്ത് നിന്ന് തന്നെയാണ്. ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. RSSന്റെ പുറകിൽ ജയ് വിളിച്ച് നടക്കുന്ന സന്യാസിമാരും ഓർത്തോളൂ, ആ തീയ് അവരുടെ ആശ്രമത്തിലേക്കും പടരും. അപ്പുറത്തെ വീട്ടിൽ തീ വന്ന സമയത്ത് ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ പറയാണ്, എടീ, ഭാര്യ വിളിച്ച് പറയാണ്, എല്ലാ പാത്രത്തിലും വെള്ളം നിറച്ച് വെക്കുക. ദേ അപ്പുറത്ത് തീ കത്തുന്നു. ആ പെണ്ണുമ്പിള്ള എല്ലാ പാത്രത്തിലും
വെള്ളം നിറച്ചു, അതിലൊരു ബക്കറ്റും കൊണ്ട് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഭർത്താവ് പറയാം, നീ എവിടേക്കാണ് അങ്ങോട്ട് പോകുന്നത്? അല്ല, അവിടെ തീ പിടിച്ചിട്ട് വെള്ളമൊഴിക്കാൻ. അവിടെ വെള്ളമൊഴിക്കാനില്ല, അവിടെ വെള്ളമൊഴിക്കേണ്ട ആവശ്യം തിരിക്കുന്നു. ഇങ്ങോട്ട് തീ വരുമ്പോൾ അപ്പം ഇവിടെ വെള്ളമൊഴിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ഇവിടെ വെള്ളമൊഴിക്കാൻ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ, അവർ വരില്ല. അവിടുത്തെ തീ കെട്ടിട്ടുണ്ടായിരിക്കും, അവിടെ എല്ലാം കെട്ടിട്ടുണ്ടായിരിക്കും. ഇവരെ സമൂഹത്തിൽ തീ പടർത്തുകയാണ്. ഈ സമയത്ത് ഇവിടെ സന്യാസിമാരിൽ 1-2 പേര് എന്നെപ്പോലുള്ള ശുംഭന്മാർ മാത്രമാണ് ഈ ചെയ്യുന്നത്. അപകടമാണ്. ഇവർ കേരളത്തിൽ തീ പടർത്തുകയാണ്, വർഗീയതയുടെ തീ പടർത്തുകയാണ്, വെറുപ്പിൻ്റെ വിത്തുകൾ വിതറുകയാണ്. ഇവരെ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗതി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് ഈ നാക്ക് അവസാനിക്കുന്നതെന്ന് അറിയില്ല, എന്നാ തല പോണെന്ന് അറിയില്ല, എന്നാ തല തല്ലി പൊളിക്കണമെന്ന് അറിയില്ല. ഇവിടെ ഇരിക്കുന്നു. എന്താ വെച്ചാൽ അതുപോലെ വരട്ടെ. എവിടെ അവസാനിച്ചാൽ അവിടെ വരട്ടെ. 1 അടി കിട്ടും അയ്യോ നല്ല വിളിക്കും, 2 അടി കിട്ടും അയ്യോ നല്ല വിളിക്കും, 3 അടി കിട്ടും അയ്യോ നല്ല വിളിക്കും. അപ്പോൾ ഈ ആരെങ്കിലും ഓടി വരുന്നു കരുതിയിട്ട് ഇരിക്കുകയാണ് ഇവിടെ. ഏതായാലും ഇവര് അവസാനം കയറി മുറത്തിൽ കൊത്തി എന്ന് പറയുന്ന കൊത്തി മുറത്തിൽ കൊത്തി എന്ന് പറയുന്ന പോലെ സന്യാസാശ്രമങ്ങളെയും കൈവച്ചിരിക്കുകയാണ്. രാമകൃഷ്ണാശ്രമത്തെ ഇപ്പൊ പറ്റില്ല, അവർ വലിയ സംഘമാണ്, സംഘടിതമാണ് അവർ. ചിന്മയാമിഷനിലും പറ്റില്ല. ചിന്മയാമിഷനിൽ ഒരിക്കൽ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, തേജോമയൻ സ്വാമിയും കൂടി വന്നിട്ടുണ്ട്. അന്ന് അവിടെ ഒരു സന്യാസി വരെ ചോദ്യം ചോദിച്ചു, നമ്മുടെ RSSനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താകണമെന്ന്. അതേ മറുപടി പറഞ്ഞത്, അവരുടെ പ്രവർത്തനത്തെ നോക്കിയിട്ട് നമുക്ക് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും പിടികിട്ടി. നിരൂപാധികം RSSന്റെ കൊടിയും പിടിച്ച് ഈ സന്യാസിമാർ ധരിച്ച കാവ്യല്ല അവരുടെ കാവി. സന്യാസിമാരുടെ കാവി അദ്വേഷ്ടതയുടേതാണ്. സർവഭൂതങ്ങളോടുമുള്ള അദ്വേഷ്ടത, മൈത്രി, കരുണ, സർവഭൂതഹിത രതി അതിൻ്റെയാണ്. അപ്പുറത്തുള്ളതല്ല, വിദ്വേഷത്തിൻ്റെയാണ്, വെറുപ്പിൻ്റെയാണ്, അറപ്പിൻ്റെയാണ് ആ ഒരു കാവി. അത് കണ്ടറിയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈന്ദവ ധർമ്മത്തിൻ്റെ ശത്രുക്കൾ ഇസ്ലാമല്ല, അവർക്ക് അവരുടെ കാര്യമുണ്ട്. അവർ മിത്രങ്ങളാണ്. ഈ ഒരു സന്യാസി ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, കാലത്ത് കുളിക്കാൻ ബാത്റൂമുണ്ട്, അവിടെ വെള്ളമുണ്ട്, ദേ കുളിച്ച് ദേ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു മൊബൈലും ഉണ്ട് പാവത്തിൻ്റെ കയ്യിൽ, രണ്ടാമതൊരു മൊബൈലില്ല. ഇതിവിടെ ഇസ്ലാമിനെ പിന്തുടരുന്ന മുസ്ലിങ്ങൾ തന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ കൃപ 1000 വട്ടം ഞാൻ വിളിച്ചു പറയും. പക്ഷേ ഒരു സന്യാസി നടന്നു പോകുമ്പോൾ ഹിന്ദുവിനെ കൊണ്ട് ഇപ്പം ഇങ്ങനെയാ പറയിപ്പിക്കുന്നത്. അങ്ങനെ പറയിപ്പിച്ചു തുടങ്ങി ഇതേപോലെ ഒരു കള്ളൻ. എൻ്റെ സ്വന്തം വീട്ടുകാർ വരെ അവരും BJPക്കാരാ, ബന്ധുമിത്രാദികൾ BJPക്കാരാ. എല്ലാവരും ചോദിക്കും, സ്വാമി എന്താ കേരളത്തിൽ പോലെ? ആരെ കാണാൻ എൻ്റെ ശത്രുക്കളെ കാണാനോ? അവര് പോലും ചാഞ്ഞു കിടക്കുന്ന മരത്തം കയറുന്നവരാ. എവിടെയാണ് ബലമുള്ളവൻ്റെ ഒപ്പം. പക്ഷേ ജന്മവൈകൃതമായിരിക്കാം, ബലമില്ലാത്തവൻ്റെ ഒപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം. അതാണ് എൻ്റെ ഗതികേട്. അഥവാ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗതി അതാണ്, എൻ്റെ അന്തസ് അതാണ്, എൻ്റെ ആഭിയാത്യതം അതാണ്. ഓർക്കാൻ കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ലോകത്തിൽ മുദ്ര പതിപ്പിച്ചു എന്നൊരു ഒരു 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 മനസ്സിലൊരു സന്തോഷവും എനിക്കിന്ന് കൂടെയുണ്ട് എന്ന് സാരം. കീഴ്പ്പെടാൻ ആർക്കും കഴിയും, ഏത് നായയ്ക്കും കഴിയും. പക്ഷെ മനുഷ്യനത് ചെയ്തുകൂടാ. അവൻ എക്സിസ്റ്റൻസിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയിട്ട് തലകുനിക്കുന്നവനാകരുത്. എത്തിക്സിന് വേണ്ടിയിട്ട് സ്വയം ഇല്ലാതായി പോകുന്നവനായി മാറട്ടെ. നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏതവൻ്റെയും പുറയിൽ നടന്ന് ചേട്ടാന്ന് വിളിക്കുന്ന അങ്ങനെ ആൾക്കാരുണ്ട്. അവര് ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, മരിക്കുന്നുമില്ല. അവർക്ക് കണക്കില്ല. ഇവിടെ എഴുതി വയ്ക്കല്ല, മുദ്രകൾ ഉണ്ടാവില്ല. പക്ഷെ എതിർനീച്ചൽ, എത്തിക്സിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ
അയാൾക്ക് തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അയാളിവിടെ നിലനിൽക്കും, 10 ആളുടെ ഹൃദയത്തിലെങ്കിലും അയാൾ നിലനിൽക്കും. ഇസ്ലാം ഹിന്ദുവിൻ്റെ ശത്രുവല്ല, ക്രിസ്ത്യാനികൾ ഹിന്ദുവിൻ്റെ ശത്രുവല്ല. ഹിന്ദുവിൻ്റെ ശത്രു സംഘപരിവാറാണ്. അതിപ്പോ അവർ ഹിഡൻ ആയിട്ട് അവരിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു, ആരും അറിയാൻ പാടില്ലല്ലോ. സ്വയം പടർന്നു കയറാൻ കഴിയാത്തത് കൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ഉറപ്പുള്ള മരത്തും ആൽമരത്തും പടർന്നു കയറി കൂടുകൂട്ടിയിരിക്കുകയാണ് പാരസൈറ്റുകൾ. ആ മരത്തെ ഇഷ്ടമുണ്ടായിട്ടല്ല, ആ മരത്തിൽ നിന്നാണ് ചോർത്തിയെടുക്കുന്നത്. അതിൻ്റെ അതിജീവനം ആ മരത്തിൽ നിന്നാണ്. ആ മരം അത് അറിയാൻ പാടില്ലല്ലോ, ആ മരത്തിൻ്റെ ഉടമസ്ഥനത് അറിയാൻ പാടില്ലല്ലോ, അവരെല്ലാം ചെത്തിക്കളയും. യഥാർത്ഥ ഹിന്ദു സഹോദരന്മാർ ഇവരുടെ മുഖം മൂടി വലിച്ചു കീറുന്ന കാലം ഇതാ വരാൻ പോവുകയാണ്. ഉത്തരേന്ത്യയിലാണ് ആരംഭിച്ചു. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോഴും തേച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറേ സന്യാസിമാർ, മഹാമണ്ഡലേശ്വരന്മാരൊക്കെ ഉണ്ട് ഇവിടെ. അവർ കരുതുന്നത് കാവ്യവസ്ത്രം ധരിച്ച് സ്വാമി പേരിട്ട് കഴിഞ്ഞാൽ RSR കണ്ടു കഴിഞ്ഞാൽ നമസ്കാരം പറയുന്ന വിചാരിച്ചത്. നമസ്കാരമൊക്കെ പറയും, ചിലപ്പോൾ കാലിൽ വീണ് നമസ്കരിക്കും, അടുത്ത് കാല് പിടിച്ച് വലിക്കും. അതാ സംഭവിക്കുക. RSSന്റെ കൊടി പിടിച്ച് നടക്കാത്ത, RSSന്റെ ആശയങ്ങളുമായിട്ട് യോജിക്കാത്ത, നാരായണായ നമഃ എന്ന് പറയുന്നതിന് പകരം നരേന്ദ്രമോദിയായ നമഃ എന്ന് പറയാത്ത ആൾക്കാർ ആരാണെങ്കിലും, അയാൾ സന്യാസിയാണെങ്കിലും ശങ്കരാചാര്യരാണെങ്കിലും അവർക്ക് ശത്രുക്കളാണ്. ഇവിടെയുള്ള ഞാൻ പല ന്യൂസുകളും വായിച്ചു. അതിനിടയിൽ ഹിന്ദുക്കൾ വരെ ആ മഹാനുഭാവനെ, എന്തിനല്ലേ, പാർലമെന്റിൻ്റെയും അയോധ്യ അമ്പലത്തിൻ്റെയൊക്കെ കർമ്മ പദ്ധതിയിൽ കഴിഞ്ഞ സമയത്ത് ശങ്കരാചാര്യരെ പോലും ഇവിടെയുള്ള കേരളത്തിലുള്ള സംഖ്യക്കുട്ടന്മാർ തെറി വിളിച്ചിട്ടുണ്ട്. അവരെന്തറിയുന്നു വിഭോ? RSR പറഞ്ഞു കൊടുക്കണമെന്നല്ലേ അവർക്ക് അറിയുള്ളൂ. അമ്മ പറയുന്നത് അച്ഛൻ, ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അയാളെ അച്ഛൻ എന്ന് വിളിക്കും. പിറ്റേ ദിവസം പറയും ഇതെല്ലാം നിന്റെ അച്ഛൻ, അതാന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ അച്ഛൻ എന്ന് വിളിക്കാനല്ലേ പറ്റുള്ളൂ. ഹിന്ദുക്കള് ശത്രുക്കളായിട്ട് കാണുകയാണ് ഇപ്പോൾ സന്യാസിമാരെ. അവരുടെ കയ്യിലിരിക്കുന്ന രത്നവും പവിഴവും എന്താണെന്ന് അവർ അറിയുന്നില്ല. അവരാവശ്യപ്പെടാതെ അവരുടെ മുമ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പന്നിയുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കരുതെന്ന് പറയും. അവൻ കടിക്കും, അവൻ്റെ പല്ല് പൊട്ടും, നമ്മളെ ഒന്ന് കുത്തും. അവന് വേണ്ട പൂജകളാണ്, അവന് വേണ്ടുന്ന പ്രശ്നപരിഹാരമാണ്. ഞാൻ ജനിച്ചു വന്ന തൃക്കോടിയൊരു അമ്പലമുണ്ട്. അവർ കാട്ടമ്പലം മാത്രമായിരുന്നു. അവർ കാര്യസിദ്ധി പൂജ ആരംഭിച്ചു. ഇപ്പോൾ കോടീശ്വരന്മാരാ. അമ്പലത്തിൽ നടക്കേണ്ടത് കാരണസിദ്ധി പൂജയാണ്. പക്ഷെ ഇവർ കാര്യസിദ്ധി പൂജ ആരംഭിച്ചു. എന്ത് ചെയ്യണം അത് ചെയ്യാതെ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അതാണ് അവിഹിതം, വിഹിതമല്ലാത്തത്. ആ അമ്പലം വലുതായി. ലണ്ടനിൽ വരെ ബസ്സിൻ്റെ മുകളിൽ ബോർഡ് വെച്ചിരിക്കുകയാണ്, മറ്റേ കാര്യസിദ്ധി പൂജ. ആരവിടെ എത്താതിരിക്കുക? അതാണ് സ്ഥിതി. ഏതായാലും കേരളത്തിലെ സന്യാസിമാരോട് ഒന്നേ പറയാനുള്ളൂ, ഇവരുടെ സംഘപരിവാർ എന്ത് കാര്യത്തിനാണെങ്കിലും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ, കയറ വണ്ടിയിൽ പറഞ്ഞാൽ കയറി ജയ് ജയ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കിടക്കും. RSകാർക്ക്, സംഘപരിവാറിന്, BJPക്കാർക്ക് എവിടേക്കാ കൊണ്ടുപോകണം എന്താണെന്നൊന്നും അറിയില്ല. അതേ സമയത്ത് തങ്ങളിലൊരുവൻ പാരമ്പര്യമായിട്ട് സന്യാസം സ്വീകരിച്ച് ഒരാൾ അവധൂതാശ്രമത്തിലെ കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ ഭാരതി എന്ന് പറയുന്ന ദശനാമ്യ പരമ്പരയിൽപ്പെട്ട സ്വാമി രാമാനന്ദ ഭാരതി അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനിലയിലാക്കി കൊല്ലാക്കൊല ചെയ്തിട്ട സമയത്ത് ഇവിടെ കാവിക്കോണകോം ധരിച്ചു നടക്കുന്ന സന്യാസി നാമധാരികള് മിണ്ടോതെ
അവൻ്റെ ബാലാലയവും അവൻ്റെ വൃദ്ധസദനവും അത് മാത്രമേ ഉള്ളൂ. ഒരു ബിസിനസ്, പ്രൊഫഷണൽ സന്യാസം അവരനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം അയാളെ ദ്രോഹിച്ചപ്പോൾ ഞങ്ങളവിടെ പോയില്ല, ഇയാളെ ദ്രോഹിച്ചപ്പോൾ ഞങ്ങളാരും അവിടെ പോയില്ല, ഇവനെ ദ്രോഹിക്കുമ്പോൾ ഞങ്ങളാരും അവിടെയും പോവില്ല. സന്യാസിമാർ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് മാറുകയാണ്. ഇതൊരു ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റാണ്. സ്വാമി രാമാനന്ദ ഭാരതിയെ തല്ലി അവശ നിലയിലാക്കി. ഇതൊരു ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റാണ്. ചോദിക്കാനും പറയാനും ആരും ഇതുവരെ വന്നിട്ടില്ല. ആയതുകൊണ്ട് തന്നെ മക്കളെ കയറിക്കോ, ആശ്രമങ്ങളായിട്ടുള്ള ആശ്രമങ്ങൾ മുഴുവൻ കയറിക്കോ. കാലാകാലങ്ങളായിട്ട് സന്യാസിമാർ പരമ്പരയാ സമ്പാദിച്ചു വെച്ച എല്ലാം തന്നെ എടുത്ത് കൊള്ളയടിച്ചോ എന്നുള്ളതാണ്. ദണ്ഡിയും കൊണ്ടാണ് കയറിക്കോ, കൊള്ളയടിച്ചോ. നമ്മുടെ കാര്യാലയങ്ങൾ അവിടെ സൃഷ്ടിക്കാം, അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അനുഭവി രാജ, അനുഭവി. ഏതായാലും ഇവരേക്കും പേടിച്ച് ഞാൻ എവിടേക്കോ ഓടിപ്പോന്നു. പക്ഷെ ഇവിടേക്ക് എപ്പോഴാണ് അവർ കയറി വരുന്നത് നമുക്കറിയില്ല. ഏതായാലും സെഞ്ചുറി തേക്കാനൊന്നും ഇരിക്കുന്നില്ല ഞാൻ. ഇപ്പം തന്നെ 70 വയസ്സായല്ലോ, അതൊക്കെ മതി, ധാരാളമാണ്. ഇപ്പം തന്നെയുണ്ട്, പ്രഷറുണ്ട്, പ്രമേഹമുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, നടക്കാൻ വയ്യ, സംസാരിക്കുമ്പോൾ കൊഞ്ഞല് പല്ലില്ല, അല്ലെങ്കിൽ വെപ്പുമല്ല, കയറ്റി വെച്ചിരിക്കുക. പല്ല് തയ്ക്കുന്ന സമയത്ത് പല്ല് പുറത്ത് അപ്പോഴാണ് കാണുന്നത്. നിങ്ങളുടെ സ്വാമി, ഞാൻ തന്നെയാ സ്വാമി, ഇങ്ങനെ എന്നെ പോകുന്ന സത്യത്തിൽ ഇങ്ങനെ എന്നെ പോകുന്ന അത് ഞാൻ വിളിക്കാൻ ആരെങ്കിലും നിങ്ങൾ മനസ്സിലാവില്ല. സ്വാമിയെ കാണുമ്പോൾ പേടിയാവും നിങ്ങൾക്കൊക്കെ. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, എൻ്റെ കാലം കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ആയി കഴിഞ്ഞു. ഈ എന്നെ കുഴിച്ചുമുടാനുള്ള കുഴി ഞാൻ മുമ്പിൽ കാണുന്നുണ്ട്. അത് അവരായിട്ട് ചെയ്യുന്നെങ്കിൽ അത്രയും നല്ലത്. നാട്ടുകാർക്ക് വേലാതി തല്ലിക്കൊന്ന് അവിടെ ഇടാതെ ആ കുഴിയിൽ കൊണ്ടിടും. എല്ലാ സന്യാസിമാരും ചെയ്തോ, ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാനും വരില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നീതിയുടെ നീതിയുണ്ട്. അത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ അനുഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ സംഘപരിവാറുകാരെ നിങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് അത് നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരപി. കൽപ്പകോടികൾ 100 എണ്ണം കഴിഞ്ഞാലും അനുഭവിക്കാതെ പോവില്ല കേട്ടോ. ആശ്രമങ്ങളിൽ കയറി നിങ്ങൾ സന്യാസിമാരെ, പാവപ്പെട്ട സന്യാസിമാരെ, ആയുധം കയ്യിലില്ലാത്ത സന്യാസിമാരെ, അടികൊള്ളുമ്പോൾ തൊഴുതു നിൽക്കുന്ന സന്യാസിമാരെ നിങ്ങൾ അടിച്ച് കണ്ണിൽ മുളക് പൊടി വെതറി ഇപ്പം മറ്റേ ആശുപത്രി കൊണ്ടിട്ടിരിക്കുകയല്ലേ. നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ. നിങ്ങൾ അനുഭവിക്കും.